ഇന്ത്യൻ റെയിൽവേയിൽ ജോലി ലഭിച്ചിട്ടും അതിനു പോകാതെ കൃഷി ചെയ്ത് വിജയം കൊയ്ത ഒരു കർഷകൻ വയനാട്ടിലെ മുള്ളൻകൊല്ലിയിലുണ്ട്. മുള്ളൻകൊല്ലി സ്വദേശി കെ.ജെ. ജോണി എന്ന ഷാജനാണ് ജാതി കൃഷിയിലൂടെ മികച്ച വരുമാനം കണ്ടെത്തി വിജയം നേടിയിരിക്കുന്നത്. വയനാട്ടിലെ കാർഷിക മേഖല കടുത്ത പ്രതിസന്ധിയിലൂടെ കടന്നുപോകുമ്പോൾ പല കർഷകരും കൃഷിയിൽ നിന്ന് തന്നെ പിൻവാങ്ങിക്കഴിഞ്ഞു. എന്നാൽ പ്രതികൂല സാഹചര്യത്തിലും ജാതി കൃഷിയിലൂടെ നേട്ടങ്ങൾ കൊയ്യുകയാണ് ഈ കർഷകൻ. ഷാജൻ ജാതി കൃഷി ആരംഭിച്ചിട്ട് 3 പതിറ്റാണ്ട് പിന്നിടുകയാണ്. കുരുമുളകിന് രോഗബാധയുണ്ടായ സമയത്താണ് ജാതി കൃഷി നടത്താൻ തീരുമാനിക്കുന്നത്. സ്വന്തമായുള്ള 1.5 ഏക്കർ കൃഷിയിടത്തിൽ ജാതി തൈകൾ വാങ്ങി നട്ടു. മണ്ണുത്തി കാർഷിക വിജ്ഞാന കേന്ദ്രത്തിൽ നിന്നും ഈ കൃഷിയെക്കുറിച്ച് വ്യക്തമായ അവബോധം നൽകിയിരുന്നു. അതനുസരിച്ചായിരുന്നു കൃഷി പരിപാലനവും മറ്റും നടത്തിയത്. വർഷങ്ങൾ പിന്നിട്ടതോടെ ഒരു മികച്ച വരുമാന മാർഗമായി ആ കൃഷി മാറുകയും ചെയ്തു. വയനാട്ടിലെ പ്രധാന മാതൃകാത്തോട്ടം കൂടിയാണ് ഷാജന്റേത്. കാര്യമായ കേടുപാടുകളും രോഗബാധയും ജാതിമരത്തെ ബാധിക്കുന്നില്ല എന്നതാണ് ആശ്വാസമെന്ന് ഷാജൻ പറയുന്നു. തനിവിളയായി ജാതി കൃഷി ചെയ്യുന്ന തോട്ടം ഇതാണ്. കുരുമുളകെല്ലാം നശിച്ചു പോകുന്നത് കണ്ടപ്പം 10-30 വർഷം മുന്നേ എൻ്റെ ബുദ്ധിയിൽ തോന്നിയ ഒരു കൃഷിയാണ് ജാതി കൃഷി. ഇപ്പോൾ കുഴപ്പമില്ലാത്തൊരു വിളവ് എനിക്ക് കിട്ടുന്നുണ്ട്. എങ്കിലും അങ്ങനെ ഈ വേനൽ മഴയും തുലാമഴയും ഇല്ലാത്തത് കൊണ്ടുള്ള വിളവ് കുറവാണ് ഇപ്പോൾ തോട്ടത്തിൽ കാണുന്നത്. ഇക്കൊല്ലം തന്നെ ജാതിപത്രിക്ക് കായ്ക്കും നല്ല വില ലഭിക്കുന്നുണ്ട്. കായ്ക്ക് 300 രൂപയ്ക്ക് അടുത്ത് കിട്ടുന്നുണ്ട്. ജാതിപത്രിക്കായാലും 1700 രൂപയോളം ജാതിപത്രി ഫ്ലവറിന് ലഭിക്കുന്നുണ്ട്. ആദ്യത്തെ 10 കൊല്ലത്തേക്ക് കൂടുതൽ കഷ്ടപ്പാട്, വെള്ളവും വളങ്ങളും കൂടുതലായി കൊടുക്കേണ്ടതുള്ളൂ. നല്ല രീതിയിൽ എത്തും. ഒരു 20 കിലോ 25 കിലോ ശരാശരി ഒരു 10 കൊല്ലം കഴിയുമ്പോൾ ഒരു മരത്തിൽ നിന്ന് ലഭിക്കാൻ തുടങ്ങും. അധികം കേടില്ലാത്ത, നശിച്ചു പോകാത്ത ഒരു കൃഷി, ഒരു ചെടിയാണ് ജാതി. അതുകൊണ്ട് ബാക്കിയുള്ളവരും ഈ കൃഷിയിലേക്ക് വരുവാൻ താല്പര്യപ്പെടുന്നു. മികച്ച വിളവും വരുമാനവും ലഭിക്കുന്നതിനാൽ കഴിഞ്ഞ 5 വർഷത്തിനിടെ കൂടുതൽ കർഷകർ ഈ മേഖലയിലേക്ക് തിരിഞ്ഞിട്ടുണ്ടെന്നും അദ്ദേഹം പറയുന്നു. ജാതിത്തൊണ്ടിന് കിലോയ്ക്ക് 280 രൂപ മുതൽ 300 രൂപ വരെയാണ് വില ലഭിക്കുന്നത്. തൊണ്ട് കളഞ്ഞ ജാതിപ്പരിപ്പിന് 550 രൂപയും ജാതിപത്രിക്ക് 1800 രൂപയും നിലവിൽ ലഭിക്കുന്നുണ്ട്. മറ്റ് വിളകളെപ്പോലെ തന്നെ ജാതിയും വ്യത്യസ്ത തരത്തിലുണ്ട്. ഷാജന്റെ തോട്ടത്തിൽ 20-ൽ പരം ഇനങ്ങളാണ് ഉള്ളത്. നെല്ലിക്ക വലുപ്പത്തിലുള്ളത് മുതൽ 1 നിന്നും 20 ഗ്രാം തൂക്കം വരുന്ന കായ ലഭിക്കുന്ന ഇനങ്ങൾ വരെ ഈ തോട്ടത്തിലുണ്ട്. വയനാട് ജില്ലയിലെ ഏറ്റവും വലിയ ജാതിത്തോട്ടമെന്ന പ്രത്യേകതയും ഷാജന്റെ കൃഷിയിടത്തിനുണ്ട്. ജാതി കൃഷിയെക്കുറിച്ച് പഠിക്കാനും മനസ്സിലാക്കാനും കൃഷിഭവനിൽ നിന്നും പതിവായി ആളുകളെ വിടുന്നതും ഷാജന്റെ തോട്ടത്തിലേക്കാണ്. മികച്ച കായിക താരമായിരുന്ന ഷാജൻ ഇന്ത്യൻ റെയിൽവേയിൽ ജോലി കിട്ടിയിട്ടും അതുപേക്ഷിച്ചാണ് കൃഷിയിലേക്ക് എത്തുന്നത്. മണ്ണിനോടുള്ള ഇഷ്ടമായിരുന്നു കൂട്ടുകാരായ കായിക താരങ്ങളിൽ പലരും റെയിൽവേയിലെ ജോലിക്ക് പോയപ്പോൾ കൃഷിയിലേക്ക് തിരിയാൻ തന്നെ പ്രേരിപ്പിച്ച കാര്യമെന്ന് ഷാജൻ പറയുന്നു. വയനാട് ഡെസ്ക്, സമയം മലയാളം.